Examples determining tax base of an asset, page number 53. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ അസറ്റിൻ്റെ ടാക്സ് ബേസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ്. ടാക്സ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് ബേസ് ഓഫ് ആൻ അസറ്റ് ഇസ് ദ എമൗണ്ട് ദാറ്റ് വിൽ ബി ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസ്. ടാക്സ് പർപ്പസിനായിട്ട് ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് തന്നെയാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് എക്സാമ്പിൾ, മെഷീൻസ് കോസ്റ്റ് ഇസ് ₹100, ബുക്ക് വാല്യൂ ഓഫ് ദ മെഷീൻ ഇസ് 80. 100 രൂപ വിലയുള്ള മെഷീനാണ്. അതിൻ്റെ ബുക്ക് വാല്യൂ, അതായത് ബാലൻസ് ഷീറ്റിലെ വാല്യൂ എന്ന് പറയുന്നത് 80 അപ്പോൾ എങ്ങനെയാണ് 80ലേക്ക് കുറഞ്ഞത് ബാലൻസ് ഷീറ്റിലെ വാല്യൂ? ബാക്കി 20 രൂപ ഡിപ്രീസിയേഷൻ ആയിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് കഴിച്ച് ബാക്കിയുള്ള ഇപ്പോഴത്തെ വാല്യൂ ഓഫ് മെഷീൻ എന്ന് പറയുന്നത് 80. പക്ഷേ ടാക്സ് പർപ്പസിന് വേണ്ടി നോക്കിയ സമയത്ത് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് 30 രൂപയാണെന്നാണ് അറിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് ടാക്സ് പർപ്പസ് പ്രകാരം എത്രയായിരിക്കും? ടാക്സ് റൂൾസ് പ്രകാരം 70 ആയിരിക്കും. ഈ 70 രൂപയാണ് ഇനി എന്ത് ചെയ്യേണ്ടത്? ഇനി ഫ്യൂച്ചറിൽ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതായത് 70 രൂപ ഇപ്പോൾ അസറ്റിന് വിലയാണെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ 70 രൂപയിൽ നിന്ന് ഇങ്ങനെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് വരും അല്ലേ? അപ്പോൾ ഈ മൈനസ് ചെയ്ത് വരുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുക? ടാക്സ് പർപ്പസിനായി യൂസ് ചെയ്യുന്ന എമൗണ്ടാണ്. അപ്പോൾ ഈ ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം ഇനി ടാക്സ് പർപ്പസിന് വേണ്ടി ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? 70 രൂപയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മെഷീൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് 70. ഓക്കെ. Then interest receivable has a carrying amount of ₹100. The related interest revenue will be taxed on cash basis. What is the tax base of the interest received? Interest receivable എന്നൊരു ഐറ്റത്തിന് 100 രൂപയാണ് ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുള്ള എമൗണ്ട്. ഓക്കെ. ഇൻട്രസ്റ്റ് റെസീവബിൾ എന്ന് പറയുന്നത് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് അസറ്റ് എന്നല്ലേ പറഞ്ഞിട്ടില്ല, അക്രൂഡ് ഇൻകമാണ്. 100 രൂപയാണ്. അത് ക്യാഷ് ബേസിസിലാണ് നമ്മൾ റവന്യൂ കണക്കാക്കുക എന്ന് അവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടാക്സ് ബേസ് ഓഫ് എ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടാക്സിനൊരു പ്രശ്നമുണ്ട്, അതായത് കിട്ടാനുള്ള ഇൻകത്തിനൊന്നും എന്ത് ചെയ്യില്ല, ടാക്സ് നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ അക്കൗണ്ടൻസി എങ്ങനെയാണ് കിട്ടാനുള്ള ഇൻകവും എല്ലാം റെക്കോർഡ് ചെയ്യും അല്ലേ? കിട്ടാനുള്ള ഇൻകം റെക്കോർഡ് ചെയ്യും. പക്ഷേ ടാക്സിൽ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് ബേസ് ഓഫ് ആൻ അസറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റിസീവബിളിനുള്ള ടാക്സ് എന്ന് പറയുന്നത് നില്ലാണ്. ടാക്സ് ബേസ് എന്ന് പറയുന്നത് നില്ലാണ്. കാരണം ഇൻട്രസ്റ്റ് റിസീവബിളിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എപ്പോഴാണോ കിട്ടുന്നത് ആ സമയത്ത് മാത്രമാണ് ടാക്സബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ടാക്സ് പർപ്പസിന് ഒന്നും ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ടാക്സ് ബേസ് ഓഫ് ആൻ ഇൻട്രസ്റ്റ് റിസീവബിൾ നില്ലാവുന്നത്. ഇനി നോക്കൂ, ലോൺ റിസീവബിളിന് ക്യാരിയിങ് എമൗണ്ട് 100 ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ടാക്സ് കോൺസിക്വൻസസ് ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ ലോണിൻ്റെ ടാക്സ് എമൗണ്ട് എത്രയാണ്? ഇതിനും ടാക്സ് ബേസ് ഓഫ് എ ലോൺ റിസീവബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 തന്നെയായിരിക്കും. ഈ ലോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻകം ടാക്സ് കുറയ്ക്കാനുള്ളൊരു ഉപാധിയാണ്. അതുകൊണ്ട് തന്നെ ടാക്സ് ബേസ് ആയിട്ട് കണക്കാക്കുന്നത് അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് തന്നെയാണ്, 100 രൂപ തന്നെയാണ്. അതായത് ഫൈനൽ മെച്യൂരിറ്റിയിൽ ഈ ഒരു 100 രൂപ നമ്മൾ ലോണായിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ്. അത് റീപേ ചെയ്യുന്ന എമൗണ്ടാണ്. ലോൺ എമൗണ്ട് റീപേയ്മെൻറ്റാണ് 100 രൂപ വരുന്നത്. അത് ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റമാണ്. അതുകൊണ്ട് ടാക്സ് ബേസ് 100 തന്നെയാണ്. അടുത്തത് നോക്കൂ, ഡിവിഡൻഡ് റിസീവബിൾ ഫ്രം എ സബ്സിഡറി ഹാവ് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100. അപ്പോൾ ഡിവിഡൻഡ് റിസീവബിളിൻ്റെ ക്യാരിയിങ് എമൗണ്ട് 100 ആണ്. അങ്ങനെയെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ടാക്സ് ലോ പ്രകാരം ടാക്സബിൾ അല്ല. അങ്ങനെയെങ്കിൽ ഡിവിഡൻഡിൻ്റെ ടാക്സ് ബേസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഡിവിഡൻഡ് റിസീവബിളിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് എത്രയാണോ ഡിവിഡൻഡ് റിസീവബിളിൻ്റെ ക്യാരിയിങ് എമൗണ്ട് ഉള്ളത് അതേ എമൗണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിയമങ്ങളാണ്, ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ടാക്സ് ബേസ് പഠിക്കുന്ന സമയത്ത് ഇത് പഠിക്കുക. ഇൻട്രസ്റ്റ് റിസീവബിളിന് എങ്ങനെയാണ്, ഡിവിഡൻഡ് റിസീവബിളിന് എങ്ങനെയാണ്, മെഷീൻ്റെ അസറ്റിൻ്റെ കാര്യമാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുക. അപ്പോൾ ഇത്രയും ടാക്സ് അസറ്റിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ടാക്സ് ലയബിലിറ്റി ഉണ്ട്. ഓക്കെ. ലയബിലിറ്റിയുടെ ടാക്സ് ബേസ് എങ്ങനെയാണ് നോക്കാം. ഈ കറണ്ട് നമ്മുടെ അസറ്റിനേക്കാളും അസറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ലയബിലിറ്റിക്കൊരു ഇക്വേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റി ഈക്വൽസ് ക്യാരിയിങ് എമൗണ്ട് ലെസ് ആൻ എമൗണ്ട് ദാറ്റ് വിൽ ബി ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസ് ഇൻ ഫ്യൂച്ചർ പീരീഡ്. ഫ്യൂച്ചർ പീരീഡിൽ ടാക്സ് പർപ്പസിനായിട്ട് ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് എവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം? നമ്മുടെ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ലയബിലിറ്റിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും
ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. കറണ്ട് ലയബിലിറ്റീസ് ഇൻക്ലൂഡഡ് അക്രൂഡ് എക്സ്പെൻസ് വിത്ത് എ ക്യാരിങ് എമൗണ്ട് ഓഫ് റുപ്പീസ് 100. റിലേറ്റീവ് എക്സ്പെൻസ് വിൽ ബി ഡിഡക്റ്റബിൾ ഫോർ പർപ്പസ് ഓൺ എ ക്യാഷ് ബേസിസ്. ഇപ്പോൾ അക്രൂഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഡ്യൂ ആയ എക്സ്പെൻസ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ആണ് അക്രൂഡ് എക്സ്പെൻസ്. അത് കറണ്ട് ലയബിലിറ്റീസിലാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് 100 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പെൻസ് പേ ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാണ്. അപ്പോൾ ക്യാഷ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്യാഷ് കൊടുത്താൽ മാത്രമാണ് ആ ഒരു എക്സ്പെൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ പ്രസൻ്റ്ലി അതെന്താണ്, അക്രൂഡ് എക്സ്പെൻസ് ആണ്, അതായത് ക്യാഷ് ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ടാക്സ് പർപ്പസിനായിട്ട് ഒന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, എക്സ്പെൻസ് ആയിട്ട് ഒന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ടാക്സ് ബേസ് നില്ലാണ്. അതായത് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻകത്തിൽ നിന്നും എന്തൊക്കെ എക്സ്പെൻസസ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ എക്സ്പെൻസ് എല്ലാം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അതെന്തിനാന്ന് വെച്ചാൽ അത്രയും ഇൻകം കുറയും. ആ ഇൻകം കുറയുന്ന സമയത്ത് നമുക്ക് അത്രയും ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കറണ്ട് അക്രൂഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ക്യാഷ് ബേസിസിലാണ് ടാക്സബിൾ, അല്ലെങ്കിൽ ക്യാഷ് ബേസിസിലാണ് റെക്കോർഡ് ചെയ്യാറുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സ്പെൻസ് ആയിട്ടൊന്നുമില്ല, അതായത് എക്സ്പെൻസ് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ടാക്സ് റൂൾസ് പ്രകാരമുള്ളത്. അതുകൊണ്ട് തന്നെ ടാക്സ് പർപ്പസിനായിട്ടൊന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. Then current liabilities include accrued expenses with carrying amount of ₹100. The related expense has already been deducted for tax purpose. What is the tax base of the accrued expense? ഇനി അടുത്തത് നോക്കൂ, രണ്ടും ഒന്നല്ല. ഫസ്റ്റ് കേസിൽ നിന്നും വ്യത്യസ്തമാണ് ആ 6th കേസ്, അതായത് 5th നിന്നും വ്യത്യസ്തമാണ് 6th. നോക്കുക, കറണ്ട് ലയബിലിറ്റീസ് ഇൻക്ലൂഡ്, കറണ്ട് ലയബിലിറ്റീസിൽ അക്രൂഡ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്. റിലേറ്റഡ് എക്സ്പെൻസ് ടാക്സ് പർപ്പസിനായിട്ട് ഡിഡക്റ്റ് ചെയ്തതാണ്. അതായത് ഓൾറെഡി ഈ അക്രൂഡ് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൊടുത്തിട്ടില്ല, പക്ഷേ ടാക്സ് പർപ്പസിനായിട്ട് എക്സ്പെൻസ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടാക്സ് ബേസ് എന്തായിരിക്കും? ടാക്സ് പർപ്പസിനായി ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് അല്ലേ ടാക്സ് ബേസ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ടാക്സ് പർപ്പസിനായിട്ട് 100 രൂപ ഡിഡക്റ്റ് ചെയ്തു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ടാക്സ് ബേസ് ഓഫ് ദ അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 100 തന്നെയായിരിക്കും. അടുത്തത് ഫീസ് ആൻഡ് പെനാൽറ്റീസ് ആണ്. ഫീസ് ആൻഡ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസിന് ക്യാരിയിങ് എമൗണ്ട് 100 ആയിരുന്നു. ടാക്സ് പർപ്പസിനായിട്ട് അത് ഡിഡക്റ്റ് ചെയ്യാറില്ല. അങ്ങനെയെങ്കിൽ ടാക്സ് ബേസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസിനും അതേപോലെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അസറ്റിൻ്റെ ടാക്സ് ബേസും ലയബിലിറ്റിയുടെ ടാക്സ് ബേസുമാണ്. ഇനി ഈ അസറ്റും ലയബിലിറ്റിയും അല്ലാത്ത ഒരു ഐറ്റത്തിൻ്റെ ടാക്സ് ബേസ്, അതായത് പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ ടാക്സ് ബേസാണ് നോക്കുന്നത്. അതായത് പ്രിലിമിനറി എക്സ്പെൻസിന് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് തുടക്കത്തിൽ ചിലവായിട്ടുള്ള തുകകളാണ് അല്ലേ. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് 100 റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴാണോ ഇൻകർ ചെയ്തത് അപ്പോഴാണ് അക്കൗണ്ടിങ്ങിൽ അത് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുക. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ടാക്സ് ലോസ് പ്രകാരം പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് 5 പീരീഡ്സിലായിട്ടാണ് അത് ഡിഡക്റ്റ് ചെയ്യാറുള്ളത്. അതായത് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി എക്സ്പെൻസ് ഒരു വർഷത്തിൽ തന്നെ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് കാണിക്കും. പക്ഷേ ടാക്സിൽ എങ്ങനെ നമുക്ക് കാണിക്കാമെന്ന് വെച്ചാൽ ഇൻകത്തിൽ നിന്നും 5 വർഷങ്ങളിലായിട്ട് ഈ എക്സ്പെൻസ് നമുക്ക് മൈനസ് ചെയ്ത് വരാം. അതായത് 50,000 രൂപ പ്രിലിമിനറി എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ വർഷത്തെ ഇൻകത്തിൽ നിന്നും 10,000 രൂപ ഡിഡക്റ്റ് ചെയ്യാം. രണ്ടാമത്തെ വർഷത്തെ ഇൻകത്തിൽ നിന്നും 10,000 രൂപ ഡിഡക്റ്റ് ചെയ്യാം. ഈ ഡിഡക്റ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ 10,000 രൂപയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. മനസ്സിലായോ? പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ പേരിൽ ആ ഇൻകത്തിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കൂ, ഇവിടെ 100 രൂപയാണ് ക്യാരിയിങ് എമൗണ്ട്. അപ്പോൾ ഒന്നാമത്തെ വർഷം 20 രൂപ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് എത്ര രൂപയുണ്ട്? 80 രൂപയുണ്ട്. അപ്പോൾ ആ 4 വർഷങ്ങളിൽ 5 വർഷങ്ങളിൽ ഡിഡക്റ്റ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ബാക്കി 4 വർഷങ്ങളിൽ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയായിരിക്കും? 80 രൂപയായിരിക്കും. ഓക്കെ, അപ്പോൾ ടാക്സ് പർപ്പസിനായിട്ട് ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 80 രൂപ തന്നെയാണ്. ടാക്സ് ബേസ് ഓഫ് എ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 80. ഓക്കെ, അപ്പോൾ എങ്ങനെയാണത് മനസ്സിലായത്? ആ എമൗണ്ട് ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് പറയാം ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റി പ്രിലിമിനറി എക്സ്പെൻസ് 100 രൂപയാണ് അല്ലേ. ലയബിലിറ്റി എങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നത്?
പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ കാര്യം ഇങ്ങനെ. ഇനി മേലെയുള്ള ലയബിലിറ്റീസിൻ്റെ ആ ഇക്വേഷൻ വെച്ചിട്ട് ഒന്നുകൂടി നോക്കുക കേട്ടോ. ലയബിലിറ്റീസിൻ്റെ ടാക്സ് ബേസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ക്യാരിയിങ് എമൗണ്ടിൽ നിന്നും എത്ര എമൗണ്ടാണോ ടാക്സ് പർപ്പസിനായി ഡിഡക്റ്റ് ചെയ്യേണ്ടത് ആ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഇനി നോക്കൂ, നമ്മളിപ്പോൾ കുറേ ആയി പറയണു അക്കൗണ്ടിങ് പ്രകാരം വേറെ ട്രീറ്റ്മെൻ്റ് ആണ്, അതേപോലെ ഇൻകം ടാക്സ് പ്രകാരം വേറെ ട്രീറ്റ്മെൻ്റ് ആണെന്ന്. അപ്പോൾ ഇങ്ങനെ രണ്ടും രണ്ട് ട്രീറ്റ്മെൻ്റ് ആവുന്ന സമയത്ത് അക്കൗണ്ടിങ് യൂസ് ചെയ്ത് പ്രോഫിറ്റ് വ്യത്യാസം ഉണ്ടാവും. അതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ഇനി ടാക്സ് റൂൾസ് പ്രകാരം റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ടാക്സ് റൂൾസ് പ്രകാരം ഇൻകംസ് എടുത്ത് ചെയ്യുന്ന പ്രോഫിറ്റിലും വ്യത്യാസമുണ്ട്. അതാണ് ടാക്സബിൾ പ്രോഫിറ്റ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ഇനി അടുത്ത ഏരിയ. Accounting profits form the basis for computing taxable profit on which tax liabilities for the year is calculated. However, accounting profit and taxable profits are different. അതായത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് തന്നെയാണ് ടാക്സബിൾ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ളൊരു ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ രണ്ടും ഡിഫറെൻ്റ് തന്നെയാണ്. there are two reasons for the differences. അപ്പോൾ ഈ രണ്ട് പ്രോഫിറ്റും ഡിഫറെൻ്റ് ആവാനുള്ള രണ്ട് റീസൺസ് ആണ്. ഒന്ന് പെർമനൻറ്റ് ഡിഫറൻസസും രണ്ട് ടെമ്പററി ഡിഫറൻസും. ഓക്കെ, ഇപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സ് എന്ന് ഞാൻ പറഞ്ഞു. അക്കൗണ്ടിങ് റൂൾസ് പ്രകാരം ചെയ്യുന്ന സമയത്ത് അതെന്തായി, അക്കൗണ്ടിങ് പ്രോഫിറ്റായി. ടാക്സബിൾ റൂൾ പ്രകാരം ഇന്ന ഐറ്റംസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇൻകം ആയിട്ട് എന്ന് പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് അത് ഇൻകം ടാക്സ് പ്രകാരമുള്ള ടാക്സബിൾ പ്രോഫിറ്റായി. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവാനുള്ള രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് പെർമനൻറ്റ് ഡിഫറൻസസും രണ്ടാമത്തേത് ടെമ്പററി ഡിഫറൻസും ആണ്. ഓക്കെ, പെർമനൻറ്റ് ഡിഫറൻസും ടെമ്പററി ഡിഫറൻസും. അപ്പോൾ ഒന്ന് നോക്കും, പെർമനൻറ്റ് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. പെർമനൻറ്റ് ഡിഫറൻസസ് occur when certain items of revenue or expense are excluded from the computation of taxable profit. പെർമനൻറ്റ് ഡിഫറൻസ് ഒക്കർ ചെയ്യുന്നത് ചില റവന്യൂവിൽ നിന്നോ എക്സ്പെൻസിൽ നിന്നോ അല്ലെങ്കിൽ ചില റവന്യൂവോ അല്ലെങ്കിൽ ചില എക്സ്പെൻസോ ടാക്സബിൾ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ക്ലൂഡ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ്ങിൽ പ്രകാരം നമ്മൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഡ്യൂ ആയി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഇൻകം ടാക്സ് പ്രകാരം ഡ്യൂ ആയി കഴിഞ്ഞാൽ മാത്രം പോരാ, ആ ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻകം കിട്ടിയാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കിട്ടിയെന്ന് പറഞ്ഞ് ഇൻകത്തിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ ടാക്സ് കൊടുക്കണ്ടേ? അതേപോലെ തന്നെ എക്സ്പെൻസും. ഓക്കെ, പക്ഷേ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല. അതാത് സമയത്ത് അതാത് ഇൻകവും എക്സ്പെൻസും റെക്കോർഡ് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പെർമനൻറ്റ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് ടാക്സബിൾ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില എക്സ്പെൻസും അതേപോലെ റവന്യൂവും ഒഴിവാക്കുന്നു. ഫോർ എക്സാമ്പിൾ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് എടുക്കാറില്ല, അത് ടാക്സ് പർപ്പസിനായിട്ട് അലൗബിൾ അല്ല. അനദർ എക്സാമ്പിൾ ഡൊണേഷൻ എന്ന് പറയുന്ന അണ്ടർ സെക്ഷൻ 80G, ഇതൊക്കെ ഇൻകം ടാക്സിൽ ഉള്ളതാണ്. അത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഞാൻ പറയുന്ന പോലെ പഠിക്കുക ഇപ്പോൾ തൽക്കാലം. ഓക്കെ, അത്രയേ ഉള്ളൂ. 80G പ്രകാരമുള്ള ഡൊണേഷൻ എന്ന് പറയുന്നതും അതേപോലെ തന്നെ എടുക്കാറില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ഇൻകം ടാക്സ്. ഡൊണേഷൻ കൊടുത്തു അല്ലെങ്കിൽ ഡൊണേഷൻ കിട്ടി എന്നുള്ളത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എടുക്കാറുണ്ട്, പക്ഷേ ഇൻകം ടാക്സിൽ 80G പ്രകാരം അതൊക്കെ ഡിഡക്റ്റ് ചെയ്യേണ്ട എമൗണ്ടുകളാണ്. അതായത് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സിൽ നിന്നും ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നില്ല, വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോഴേ അത് പഠിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്തരത്തിൽ 80G അതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും വ്യത്യാസമാവാനുള്ള കാരണമാവുന്നുണ്ട്. അതായത് ഇപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ എന്ന് പറയുന്നത് ഡൊണേഷൻ കിട്ടി, അത് ഇൻകമായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, പക്ഷേ ടാക്സിൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് റൂൾ പറയുന്നത് ഡൊണേഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്ക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യണം ഇൻകത്തിൽ നിന്ന് എന്നുള്ളതാണ്. ഓക്കെ, ഡിഡക്ഷൻസ് ആണ് 80G.
അപ്പോൾ അതുകൊണ്ട് അവിടെ അത് ഉൾക്കൊള്ളിക്കില്ല. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ട് ചെയ്തത് ഡൊണേഷൻ എടുത്തിട്ടാണ്, ഇൻകം ടാക്സ് റൂൾ പ്രകാരം ചെയ്ത് ഡൊണേഷൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ലേ, അതാണ് പെർമനൻറ്റ് ഡിഫറൻസ്. ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, റിവേഴ്സ് ചെയ്യില്ല, റിവേഴ്സബിൾ അല്ല. അതായത് പിന്നീട് ഒരിക്കലും അത് പെർമനൻ്റ് ആണ്, വിൽ ബിക്കം പെർമനൻ്റ് എന്നുള്ളതാണ്. ഡിഫറൻസ് എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. അത് പിന്നീട് ഇനി വരും വർഷങ്ങളിൽ ആ ഡൊണേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അതാണ് പെർമനൻറ്റ് ഡിഫറൻസ്. ഇനി ടെമ്പററി ഡിഫറൻസ് നോക്കൂ. എൻറ്റിറ്റീസ് പേ ഇൻകം ടാക്സ് ഓൺ ടാക്സബിൾ പ്രോഫിറ്റ്. Taxable profit shall be different from accounting profit. The main reasons for these difference in calculation of depreciation as per Income Tax Act and Companies Act. അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ടെമ്പററി ഡിഫറൻസ് ഉണ്ടാകുന്നത്? അതായത് ഇവ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും. അത് പെർമനൻ്റ് ആണെങ്കിൽ അതെന്നും പെർമനൻ്റ് ആണ്, ആ ഡിഫറൻസ് പെർമനൻ്റ് ആണ്. ഇനിയിപ്പോൾ ഡിഫറൻസ് ടെമ്പററി ആവുന്നത് എപ്പോഴാണ്? ടെമ്പററി എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ അത് പെർമനൻ്റ് അല്ല, ടെമ്പററിയാണ്. നോക്കൂ, അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ടെമ്പററി ഡിഫറൻസ് ആണ് ഉണ്ടാവുക എന്നുള്ളത്. ഡിഫറൻസ് ഇൻ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് ആൻഡ് കമ്പനീസ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരവും കമ്പനീസ് ആക്ട് പ്രകാരവും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഡിഫറൻസ്. ദെൻ ഡിസലവൻസ് ഓഫ് സർട്ടൻ എക്സ്പെൻഡിച്ചർ which are further allowed in subsequent years on payment basis. ചില എക്സ്പെൻഡിച്ചേഴ്സ്, അതായത് ചില ചിലവുകൾ നമ്മൾ ഡിസലവ് ചെയ്യും ഇൻകം ടാക്സ് പ്രകാരം, പക്ഷെ വരും വർഷങ്ങളിൽ അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ടാക്സിലും അത് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഡിഫറൻസ് ഇല്ലാതായി മാറും. അപ്പോൾ ദസ് ഡിഫറൻസ് അറൈസസ് ഇൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ്. ആസ് എ റിസൾട്ട് ദ ക്യാരിങ് എമൗണ്ട് ഓഫ് ആൻ അസറ്റ് ഓർ ലയബിലിറ്റി ഡിഫേഴ്സ് ഫ്രം its tax base. This difference is known as temporary difference. അപ്പോൾ ഈ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് ടെമ്പററി ഡിഫറൻസ്. Thus temporary difference are differences between. Temporary difference is a difference which is going to be settled in subsequent years. അപ്പോൾ അത് ഇനി വരും വർഷങ്ങളിൽ സബ്സീക്വൻറ്റ് ഇയേഴ്സിൽ അത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സെറ്റിൽ ചെയ്യാൻ പോകുന്ന ഒരു ഇൻകമാണ്. ഇനി വരും വർഷങ്ങളിൽ അത് സെറ്റിൽ ചെയ്ത് പോകും. അതായത് ഈ ഡിഫറൻസ് അറൈസ് ചെയ്യുന്നത് ടെമ്പററി ആണ്, നോട്ട് പെർമനൻ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ എ ബി എന്നുള്ള രണ്ട് എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, നമ്മൾ നേരത്തെ ഒരു കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തില്ലേ, എക്സാമ്പിൾസ്. അതായത് ഇത് കറണ്ട് ടാക്സ്, ഈ അസറ്റിൻ്റെ 1, 2, 3, 4 എക്സാമ്പിൾ, അതേപോലെ ലയബിലിറ്റിയുടെ 1, 2, 3, 4 എക്സാമ്പിൾ. ഈ 4 എക്സാമ്പിൾ 8 എക്സാമ്പിളിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടുവോ? ഇത് ആ ഒരു കണക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് ഇവിടെ 1 under example given above, 2 under example given above എന്ന് കൊടുത്തിട്ടുള്ളത്. 3, 4, 5 മേലെ കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ എക്സാമ്പിൾ പ്രകാരം അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. നോക്കൂ, ഒന്നാമത്തെ എക്സാമ്പിളിൽ മെഷീൻ്റെ കാര്യമായിരുന്നു. മെഷീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എത്രയായിരുന്നു എന്നുള്ളതാണ്. ക്യാരിയിങ് എമൗണ്ട് 80 ആയിരുന്നു, ടാക്സ് ബേസ് 70 ആണ്, ടെമ്പററി ഡിഫറൻസ് 10. മനസ്സിലായോ? അവ തമ്മിൽ ടെമ്പററി ഡിഫറൻസ് എന്താണ്? ക്യാരിയിങ് എമൗണ്ട് മൈനസ് ടാക്സ് ബേസ് ആണ്. അത് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇൻട്രസ്റ്റ് റിസീവബിളിന് ക്യാരിയിങ് എമൗണ്ട് 100 ആയിരുന്നു, ടാക്സ് ബേസിന് ഇല്ലാണ്, അതുകൊണ്ട് അതിൻ്റെ ടെമ്പററി ഡിഫറൻസ് 100. ഇനി ലോൺ റിസീവബിൾ 100 ആണ്, അപ്പോൾ 0. അതിനടുത്ത ഡിവിഡൻഡ് റിസീവബിളിനും 100 ആണ്, അതുകൊണ്ട് 0. അക്രൂഡ് എക്സ്പെൻസ് 100 ആണ്, ടാക്സ് ബേസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ടെമ്പററി ഡിഫറൻസ് 100. അക്രൂഡ് എക്സ്പെൻസ് 100, 0. അക്രൂഡ് ഫൈൻസ് 100, 0. അൺഅമോർട്ടൈസ്ഡ് പ്രിലിമിനറി എക്സ്പെൻസ്, അത് പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ കേസിൽ വരുന്ന സമയത്ത് എന്താണ്? ക്യാരിയിങ് എമൗണ്ട് 0 ആണ്, ടാക്സ് ബേസ് 80 ആണ്, ദെൻ ടെമ്പററി ഡിഫറൻസ് 80 ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ഒരു ഏരിയ മുഴുവനായിട്ട് പഠിക്കുക കേട്ടോ. അതായത് ആ ഒരു ടാക്സ് ബേസ് ഓഫ് ആൻ അസറ്റും ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റിയും പഠിക്കണം, അതിൻ്റെ എക്സാമ്പിളുകൾ പഠിക്കണം, മനസ്സിലാക്കണം കൃത്യമായിട്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ടെമ്പററി ഡിഫറൻസും പെർമനൻറ്റ് ഡിഫറൻസും പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ ഉള്ള ഡിഫറൻസിന് കാരണമാകുന്ന 2 ഡിഫറൻസുകളാണ്.
ഓക്കെ, ഡിഫറൻസിന് കാരണമാവുന്ന രണ്ട് ഡിഫറൻസുകൾ, പെർമനൻറ്റ് ഡിഫറൻസും ടെമ്പററി ഡിഫറൻസും. പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആ ഡിഫറൻസ്, അതായത് അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാലാകാലങ്ങളോളം മാറുന്നതേ ഇല്ല. പക്ഷേ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുമ്പോഴോ അത് പേയ്മെൻറ്റ് ബേസിസിലോ അല്ലെങ്കിൽ റെസിപ്റ്റ് ബേസിസിലോ ഈ പറയുന്ന ഡിഫറൻസ്, ഇവ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ.